നമുക്കിനി ലോക മലയാള സമ്മേളനം നടത്തണം. ഒരു 10 കോടി രൂപയുടെ ഒരു ബജറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്ന് അടിച്ചു പൊളിക്കണം. അതുപോലെ തന്നെ മന്ത്രിമാർ നടത്തുന്ന മാധ്യമ സമ്മേളനങ്ങൾ, അങ്ങനെ ധാരാളം പരിപാടികൾ, കോൺക്ലേവുകളെല്ലാം തീർന്നു എന്നുള്ളത് അറിയത്തില്ല. ഇനി ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നടത്തണം. അങ്ങനെ കുറെ തിരക്കുകൾ ഉണ്ട്. അങ്ങനെ നമ്മുടെ ധനക്കമ്മി എങ്ങനെയെങ്കിലും കുറെ കൂടെ വർദ്ധിപ്പിക്കണം. ധനക്കമ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിയായ വരുമാനവും ശരിയായ ചെലവും തമ്മിലുള്ള അന്തരമാണ്. ധനക്കമ്മി എന്ന് പറഞ്ഞാൽ നമുക്കുള്ള യഥാർത്ഥ വരുമാനവും നമ്മുടെ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ്. ചെലവ് വളരെ വളരെ കൂടുതലാണ്. പക്ഷെ ഈ കൊല്ലം ഉണ്ടല്ലോ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനക്കമ്മിയാണ്. കഴിഞ്ഞ വർഷം വരെ ഇത് 28,976 കോടി രൂപ ആയിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് 10,000 കോടി രൂപയുടെ വർധനവാണ് ഇത്തവണ ഈ വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇതിൽ കൂടുതലൊന്നും വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി നേരത്തെ പറഞ്ഞ ലോക മലയാള സമ്മേളനം നടത്തണം. ഈ കണക്കെന്ന് പറയുന്ന കഴിഞ്ഞ നവംബർ 30-ാം തീയതി മുതലുള്ളതാണ്. അതിനുശേഷം കൊടുത്ത പെൻഷനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വാജിക്ക് ഒരു പെൻഷൻ കൊടുത്തായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി. അതിൻ്റെയൊക്കെ കണക്ക് വന്നു കഴിയുമ്പോൾ ഭഗവാനെ എന്തായിരിക്കും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കായിരിക്കും അത്.